നമസ്കാരം. നമ്മുടെ നാടിൻ്റെ ഗതിയാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഈ ആഭ്യന്തര സംവിധാനം, അതായത് ഇവിടുത്തെ നിയമ സംവിധാനം, പോലീസുകാരുടെ സുരക്ഷ പോലും എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നത്. ഇവിടെ സുരക്ഷ ഒരുക്കേണ്ട ആൾക്കാർക്ക് പോലും സുരക്ഷയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ മറ്റ് സാധാരണക്കാർ ജീവിക്കുക? ഈ വരുന്നത് കണ്ടോ, ഇത് ഒരു സിനിമ നടനല്ല. ആ ഇളകി നെച്ചിക്കോട് രാമേന്ദ്രനെ പോലെ വരുന്ന ആ വരവ് കണ്ടോ? പോലീസ് അകമ്പടിയോടെ വരുന്ന ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെയാണ് ആ വരവ്. ഒരു ക്രിമിനലാണ്. കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊന്ന കേസിലെ പ്രതി ഒരൊറ്റ ചവിട്ടാണ് ചവിട്ടിയത്. ആ ചവിട്ടിൽ വാരിയിൽ ഒടിഞ്ഞ് ശ്വാസകോശം തുളച്ചു പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നത്. അതിനു മുമ്പ് 8ഓളം കേസിൽ വേറെ പ്രതിയാണെന്ന് പറയുന്നു. അത്തരത്തിൽ പ്രതിയായിട്ടുള്ള ഒരു ക്രിമിനൽ അയാൾ ഇങ്ങനെ തലയെടുപ്പൂടി നടന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ അവന് കിട്ടുന്ന സുരക്ഷ എത്രത്തോളമാണ് എന്ന്, അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനത്തിനിടയിൽ അയാൾക്ക് ലഭിക്കുന്ന സുരക്ഷ എത്രത്തോളമാണ്, ഇനി അഥവാ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ സുഭിക്ഷമാണ് എന്ന് വളരെ വ്യക്തമായി അറിയുന്ന ഒരാളല്ലേ. ഈ കൊലപാതകത്തിൽ അപൂർവമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷ കിട്ടുകയുമില്ല, തടവ് ശിക്ഷ ലഭിക്കുമായിരിക്കും. അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ മാത്രം. നിലവിലെ സാഹചര്യങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നല്ല വക്കീലന്മാർ ഇതുപോലുള്ള ക്രിമിനലുകളെ സഹായിക്കാനുണ്ട്. അങ്ങനെ ഉള്ളവരിവിടെ ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വളർന്നുകൊണ്ടിരിക്കും. വക്കീലിൻ്റെ പണിയല്ലേ ക്രിമിനലുകളെ സഹായിക്കൽ, അല്ലെങ്കിൽ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കൽ എന്നാണ്. ഇവിടെ പച്ചപ്പകലിൽ ഒരുത്തനെ ചവിട്ടി കൊല്ലുന്നത് കണ്ടതാ. എന്നാലും അവനെ രക്ഷപ്പെടുത്താൻ നോക്കും. ഈ പോലീസ് സംവിധാനമുണ്ടല്ലോ, തങ്ങളിൽ ഒരുത്തനെ ചവിട്ടിക്കൊന്ന ഒരുത്തനെ പേര് നടക്കേണ്ട ഒരു ഗതികേട്. തൊടാൻ പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ ആ പോലീസുകാരൻ പെടും. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു പോലീസ് സംവിധാനം? ആണും പെണ്ണും കെട്ട രീതിയിൽ ഈ പോലീസുകാരെ ഇങ്ങനെ നയിക്കണോ? അവരുടെ പണിയെടുക്കാൻ വിട്ടൂടെ? അവരുടെ പണിയെടുക്കാൻ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വളർന്നു വരില്ല എന്ന് മുൻകാല കേരള പോലീസിന്റെ ചരിത്രം തെളിയിച്ചതാണ്. എന്നു മുതലാണ് കേരള പോലീസിനെ ഇങ്ങനെ കഴുത്തിലിട്ട് കെട്ടി പൂട്ടി വച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ടതാണ്. എന്തൊരു ഗതികേടാണല്ലേ. Different angles. Don't forget to subscribe and support this channel.